മൊറോക്കോയുടെ തലസ്ഥാനമായ റബാത്തിലെ ചരിത്രപ്രസിദ്ധമായ മെദീന തെരുവിലൂടെ നടക്കുന്ന ഏതൊരാൾക്കും വിസ്മയകരമായ ഒരു കാഴ്ച കാണാം. പുരാതനമായ ഒരു കെട്ടിടത്തിന്റെ ചുവരുകളോട് ചേർന്ന് ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ മലനിരകൾക്ക് നടുവിൽ വായനയിൽ മുഴുകിയിരിക്കുന്ന ഒരു വൃദ്ധൻ. ലോകമെമ്പാടുമുള്ള വായനക്കാരുടെ ആദരവും സ്നേഹവും പിടിച്ചുപറ്റിയ മുഹമ്മദ് അസീസ് എന്ന പുസ്തക വിൽപ്പനക്കാരനാണത്. ഒരു പുസ്തകക്കടക്കാരൻ എന്നതിനപ്പുറം പുസ്തകങ്ങളെ ശ്വസിക്കുകയും അവക്കൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന ഒരു സാംസ്കാരിക അടയാളമാണ് ഇന്ന് ഈ മനുഷ്യൻ. തീർത്തും കഠിനവും വേദനാജനകവുമായ ഒരു കുട്ടിക്കാലമായിരുന്നു മുഹമ്മദ് അസീസിൻ്റേത്. 6-ാമത്തെ വയസ്സിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് അനാഥനായ അദ്ദേഹം വിശപ്പകറ്റാൻ മീൻപിടുത്തമടക്കമുള്ള കഠിന ജോലികളിൽ ഏർപ്പെട്ടു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കണമെന്നത് അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നമായിരുന്നുവെങ്കിലും 15-ാമത്തെ വയസ്സിൽ പാഠപുസ്തകങ്ങൾ വാങ്ങാൻ പണമില്ലാത്തതിനെ തുടർന്ന് ആ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. വിദ്യ നിഷേധിക്കപ്പെട്ടതിലുള്ള ആ വലിയ സങ്കടം, ദാരിദ്ര്യത്തോടുള്ള വാശിയുമാണ് പിന്നീട് അദ്ദേഹത്തെ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് നയിച്ചത്. തൻ്റെ കുട്ടിക്കാലത്തോടും സാഹചര്യങ്ങളോടും ഉള്ള ഒരു സമാധാനപരമായ പ്രതികാരമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പിന്നീട് പുസ്തകങ്ങളുടെ ആ മഹാലോകം അദ്ദേഹം ആ പ്രതികാരത്തോടു കൂടി തന്നെയാണ് സമീപിച്ചത്. അങ്ങനെ 1963 മെദീനയിലെ ഒരു മരത്തണലിൽ വെറും 9 പുസ്തകങ്ങളും ഒരു പായയുമായി അദ്ദേഹം തൻ്റെ യാത്ര തുടങ്ങി. കാലങ്ങൾ കടന്നുപോയപ്പോൾ ആ 9 പുസ്തകങ്ങൾ വലിയൊരു പുസ്തക ശേഖരമായിട്ട് മാറി. വിക്കിനിസ്റ്റോ എൽ അസീസി എന്ന അദ്ദേഹത്തിൻ്റെ കുഞ്ഞുകട ഇന്ന് റബാത്തിലെ ഏറ്റവും പഴക്കമേറിയ പുസ്തകശാലകളിൽ ഒന്നാണ്. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഒരു മഹാ അത്ഭുതവും. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വായനയിലൂടെയും അറബിക്, ഫ്രഞ്ച്, സ്പാനിഷ്, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകൾ അദ്ദേഹം സ്വയം പഠിച്ചെടുത്തു. ദിവസവും 6 മുതൽ 8 മണിക്കൂർ വരെ വായിക്കാനായി മാറ്റിവെക്കുന്ന അദ്ദേഹം ഇതിനകം 4000-ത്തിലധികം പുസ്തകങ്ങൾ വായിച്ചു തീർത്തിട്ടുണ്ട്. വായനയെക്കുറിച്ച് അദ്ദേഹം പറയാറുള്ളത്, ഓരോ പുസ്തകം വായിക്കുമ്പോഴും ഞാൻ ഓരോ പുതിയ ജീവിതമാണ് ജീവിച്ചു തീർക്കുന്നത് എന്നാണ്. മുഹമ്മദ് അസീസിന്റെ പുസ്തകശാലയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പലപ്പോഴും തൻ്റെ കടയിലെ പുസ്തകങ്ങൾ യാതൊരു കാവലുമില്ലാതെ തെരുവിൽ തുറന്നു വച്ചാണ് അദ്ദേഹം പുറത്തു പോകാറുള്ളത്. പുസ്തകങ്ങൾ മോഷണം പോകില്ലേ എന്ന് അത്ഭുതത്തോടെ ചിലരെങ്കിലും ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ലോകപ്രശസ്തമാണ്. വായിക്കാൻ അറിയാത്തവർ പുസ്തകം മോഷ്ടിക്കില്ല, വായിക്കാൻ അറിയുന്നവർ ഒരിക്കലും കള്ളന്മാരുമാകില്ല. ഇങ്ങനെ ഡിജിറ്റൽ യുഗത്തിൽ കടയിൽ വരുന്ന ആളുകളുടെ എണ്ണം കുറവായതിനാൽ ഒരു ദിവസം 1-2 പുസ്തകങ്ങൾ മാത്രമാണ് വിറ്റുപോകാറുള്ളത്. പലപ്പോഴും വലിയ സാമ്പത്തിക ലാഭമൊന്നും ഈ ജോലിയിൽ നിന്നും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. എന്നിട്ടും പുസ്തകങ്ങൾ വാങ്ങാൻ പണമില്ലാതെ വരുന്ന വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം അവ സൗജന്യമായി വളരെ കുറഞ്ഞ വിലക്ക് വളരെ സന്തോഷത്തോടു കൂടി ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ട് അദ്ദേഹം നൽകുന്നു. പണത്തിന് വേണ്ടിയല്ല, മറിച്ച് അറിവ് പകർന്നു നൽകാനാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഇന്ന് റബാത്ത് സന്ദർശിക്കുന്ന ഏതൊരു സഞ്ചാരിയുടെയും പുസ്തകപ്രേമിയുടെയും പ്രധാന താവളമാണ് ഈ മനുഷ്യൻ. പുസ്തക കൂമ്പാരത്തിന് നടുവിലിരുന്ന് വായനയിൽ മുഴുകിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ലോകപ്രശസ്തമാണ്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. അനുദിനം സെക്കൻഡുകൾ ബൈ സെക്കൻഡ് ലോകത്ത് നടക്കുന്നതെല്ലാം അറിയുന്ന ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം മനുഷ്യർക്ക് പ്രചോദനമായി, മനുഷ്യർക്ക് വെളിച്ചമായി കടന്നു വരുന്ന ഓരോ മനുഷ്യനും ഒരു നിലാവ് പോലെ പെയ്തിറങ്ങിക്കൊണ്ട് അദ്ദേഹം ആ തെരുവിൽ പുസ്തക കൂമ്പാരങ്ങൾക്ക് നടുവിൽ ഇരിക്കുന്നു. വായിക്കുന്നവൻ ഒരിക്കലും കള്ളനാകില്ല, ഒരു കള്ളൻ ഒരിക്കലും വായിച്ചിട്ടുണ്ടാകില്ല എന്ന അന്വർത്ഥമായ വാക്ക് നമുക്ക് മുന്നിൽ വിട്ടേച്ചുകൊണ്ട് അദ്ദേഹം ഒരു ജീവിതം, ആ സബര്യ നമുക്ക് ഒരു തുറന്ന പുസ്തകം പോലെ കാണിച്ചു തരുന്നു. ലോകം എന്താണെന്നും ജീവിതം എന്താണെന്നുമുള്ളത്. അതെ, അദ്ദേഹം നമുക്കൊരു ഗ്രന്ഥമാണ്, പഠിക്കാനും വായിക്കാനും ഏറെയുള്ള ഒരു ഗ്രന്ഥം.